അന്തരിച്ച CJ റോയ് പ്രൊഡക്ഷനിൽ പങ്കാളിയായിട്ടുള്ള സിനിമയാണ് അനോമി. ഈ സിനിമയിലും ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാക്ടറാണ്. കോയിൻസിഡൻസ് ആയിരിക്കാം. ഈ പടം ഒരു സൈഫൈ ത്രില്ലറാണ്. റിയാസ് മാരാത്ത് എനിക്ക് നിങ്ങളുടെ ദേഷ്യമാണ്. കാരണം ഒരു സിനിമ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പം നമ്മുടെ ഇതുണ്ടല്ലോ, ഷോട്ട മുംബൈയിൽ പറയും പോലെ വെട്ടിവിടുന്ന എന്താ ഷോട്ട അതുപോലെ ആ ഷോട്ട അവിടെ വെട്ടിവിടാം. ഇനി എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത്രയും മെനക്കെട്ടിരുന്ന് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഷൂട്ടിംഗ് ടീമിനെ കൊണ്ടുവന്ന് ഒക്കെ ചെയ്തതല്ലേ, ഷൂട്ട് ചെയ്ത് എല്ലാം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വയ്ക്കരുത്. നമ്മൾ ഫൈനൽ കട്ടിൽ ഒരുപാട് സീനുകൾ കട്ട് ചെയ്ത് കളയാം. ഇത് എടുത്തതെല്ലാം സിനിമയ്ക്കകത്ത് കുത്തിക്കയറ്റണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിച്ചത്? നിങ്ങൾ നല്ലൊരു ഡിന്നർ സെറ്റാക്കി വെച്ചിട്ട് നേരെ ചൊവ്വേ വിളമ്പാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എനിക്കതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഇതിൽ നല്ലൊരു ത്രെഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റത്തെ 40 മിനിറ്റൊക്കെ കിടുവാണ്. ആ തോട്ട് അത് ചെയ്തെടുത്തത്, അതിൻ്റെ ആ കണക്ഷൻ ഒക്കെ ഗംഭീരമാണ്. നല്ല കിടില ഒരു സൈഫൈ ത്രില്ലർ ആക്കാനുള്ള സാധനമായിരുന്നു ഇത്. കട്ട് ചെയ്യാത്ത ഒരൊറ്റ കാര്യം, എഡിറ്റിംഗ് ടേബിളിൽ കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത കുറേ സാധനം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പടമായിരിക്കുമായിരുന്നു. പക്ഷേ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ സിനിമ നന്നായിട്ട് വലിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനം. എന്തിനാണ് ഇത്രയും സ്പൂൺ ഫീഡിങ്? ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ആലോചിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, അത് എന്നെ റിപ്പീറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് സമയം ആലോചിക്കുന്നു, മറ്റേതാലോചിക്കുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തയിലോട്ട് പോവുക. ഇത് ഓക്കെ, ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് അടുത്തയിലോട്ട് പോകുക. ഇത് അവിടെ കിടന്നങ്ങ് കറങ്ങുക. അവിടെ കിടന്ന് കറങ്ങിയിട്ട് ഇതിലൊരു അറ്റോ മൂലയിലിരിക്കുമ്പോൾ നമുക്ക് എൻഗേജിങ് ആയിട്ടിരിക്കേണ്ട സംഭവങ്ങൾ വേണ്ടേ? ഇപ്പോൾ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥയാണ് ഇതിൽ ഭാവന കിട്ടില്ല പെർഫോമൻസ് ആവട്ടെ. ഇപ്പം പല സിനിമയിലും ഇമോഷണൽ, അതായത് മനസ്സിങ്ങനെ വിങ്ങി പൊട്ടിയിരിക്കുകയാണ്. അത് പൊളിഞ്ഞ് അത്ര ഇമോഷണലാവുന്ന രംഗങ്ങൾ ഒരുപാട് പേര് അഭിനയിച്ചത്. പക്ഷേ ഇതിൽ ഭാവനയുടെ 1-2 സീനുകളുണ്ട്. അത് അങ്ങനെ ആരും ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു രീതിയിൽ ഗംഭീരമായിട്ട്. അതുപോലെ ഉടനീളം ഭാവന കിടു പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു ക്യാരക്ടറായിരുന്നു. പുള്ളിക്കാരി ഒരു സൈഡിൽ കൂടി കേസ് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റഹ്മാനെ പറയുമ്പോൾ റഹ്മാൻ ഒരു ഊക്ക് കിട്ടി വരുന്ന ഒരു പോലീസുകാരനാണ്. അപ്പോൾ അങ്ങനെ ഊക്ക് കിട്ടേണ്ട ഒരു മനുഷ്യനല്ല എന്ന് അങ്ങനെയൊക്കെ അറിയാം, കണ്ടുകൊണ്ടിരിക്കണം നമുക്കും അറിയാം. അയാൾ ബ്രില്യൻ്റാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ആയിപ്പോയി. അയാൾ അതിൽ നിന്ന് മാറണമെന്ന് നമുക്കൂടി തോന്നുന്നുണ്ട്. എങ്ങനെ തോന്നില്ല, പകരം അത് ഒരു ഇതായിപ്പോയി, കോമഡി പീസായിപ്പോയി. ഇപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശോഭിത്തിൽ അങ്ങനെ ശബ്ദം നമുക്കറിയാം. പുള്ളിക്കാരൻ ഒരുപാട് സിനിമയിൽ വന്നിട്ടുണ്ട്. ആ ശബ്ദം സീരിയലിലേക്കും മറ്റുള്ളത് കണ്ടിട്ട് വില്ലന്മാർക്ക് കൊടുത്ത് തെലുങ്ക് ഡബ്ബ് പടങ്ങളിലേക്ക് കണ്ടറിയാം. റഹ്മാന് കൊടുക്കുമ്പം റഹ്മാൻ്റെ ഡബ്ബിങ്, റഹ്മാൻ്റെ മലയാളമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സിനിമയിൽ മിക്കയാണോ ഇംഗ്ലീഷും മലയാളമോ കലർന്ന് അങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. റഹ്മാൻ്റെ സൗണ്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അത്രയും മാച്ചിങ് ആയിട്ടുള്ള ഒരു ശബ്ദം കൊടുത്താൽ കൊള്ളാം. ഇത് ഷോഭിതിലൊക്കെ ശബ്ദം കൊണ്ടുവച്ചിട്ട് റഹ്മാന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു കെട്ടൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡയലോഗ്സ് ഒന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല, കൺവേ ആയിട്ടില്ല. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇതിലെ ഡയലോഗ്സ്. ക്രിഞ്ച് ഡയലോഗ്സ് ആയിപ്പോയി പറയണത്. ഒരു 2 പേര് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിച്ച് സംസാരിക്കാൻ പോലത്തെ രീതിയിലാണ് ഇതിൽ ഡയലോഗ്സ് കിടക്കുന്നത്. അവിടെ ഒട്ടും ഒരു റിയലിസ്റ്റിക് സാധനം നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇമോഷണൽ കണക്ഷനും ഇല്ല. ഇവരുടെ ഈ ലക്ഷ്യവും കാര്യങ്ങളും ഇവർ കണ്ടെത്താൻ പോകുന്നത് നമുക്കും കൂടി കണ്ടെത്തണമെന്ന് തോന്നണ്ടേ? അതിന് പകരം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു മണിക്കൂർ പാടം കിടന്ന് കറങ്ങി ഇത് അങ്ങോട്ട് പോവുകയാണ്. ഒരു സൈഡിൽ കൂടി ഇദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്, ഒരു സൈഡിൽ കൂടി പുള്ളിക്കാരൻ അന്വേഷിക്കുന്നുണ്ട്. 2 പാരലൽ ഇൻവെസ്റ്റിഗേഷനാണ്. ഇദ്ദേഹം ഒരു പോലീസുകാരൻ നിലയ്ക്ക് അന്വേഷിക്കും. പക്ഷേ ഇതൊക്കെ നല്ല തോട്ടാണ് കേട്ടോ. ഇതൊക്കെ കിട്ടുന്ന സാധനമായത്. ഭാവന അവളുടെ ബുദ്ധി, അവളുടെ മേഖലയെ വെച്ചിട്ട് കണക്ട് ചെയ്ത് അന്വേഷിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ഇവരെ കണ്ടെത്തുമോ, ആരാണ് കുറ്റവാളി, ആരാണ് ക്രൈം ചെയ്യുന്നത്, എന്താണ് അവരുടെ മോട്ടീവ് എന്നതൊക്കെ വരുമ്പം ആ മോട്ടീവ്, ആ ക്രൈം, വില്ലൻ ക്യാരക്ടറൈസേഷൻ എല്ലാം കിടക്കണം. പക്ഷേ എന്ത് ചെയ്യാം, അതുവരെ കൊണ്ടെത്തിക്കാനുള്ള സമയം, ഇവർ അന്വേഷിക്കാനെടുക്കുന്ന സമയം, ഒരു സമയത്തിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. അത് ഒരിക്കൽ കാണിച്ചു, ഓക്കെ ഈ സമയത്താണ് ചെയ്തത്. വീണ്ടും പറഞ്ഞ് എത്ര നേരം പറയണം? ഒരാൾ മിസ്സാവുന്ന, ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വിഷമം അയാളുടെ പഴയ കാര്യങ്ങൾ കാണിച്ച് വീണ്ടും കാണിച്ച് ഇവരങ്ങോട്ട് ആലോചിച്ച് നടക്കുന്നു, ഇവരിങ്ങോട്ട് നടക്കുന്നു, ഇവരത് കണ്ട് അത് നോക്കി നിൽക്കുന്നു, ഇത് നോക്കി നിൽക്കുന്നു. നമുക്ക് പടത്തിലേക്ക് ഇന്നാവണ്ടേ? എന്തെങ്കിലും സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് പോയിട്ട് നമ്മളിങ്ങനെ മായം പറഞ്ഞിരുന്ന് കണ്ടിട്ട് കാര്യമുണ്ടോ? പക്ഷേ എന്നാൽ ആ സിനിമയിൽ അതിനുള്ള സ്റ്റഫ് ഉണ്ട് താനും. അതാണ്. അപ്പോൾ ഒരിക്കലും ഇതൊരു തള്ളിക്കളയേണ്ട സിനിമയല്ല, നല്ലൊരു അറ്റംപ്റ്റാണ്. ഈ സിനിമയെ കണ്ട മേക്കിംഗ് ക്വാളിറ്റിയുടെ സൗണ്ട് ഡിസൈൻ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹർഷവർദ്ധനാണ്. അനിമലിൻ്റെ മ്യൂസിക് അത് കിട്ടില്ല വർക്കാണ്. സൗണ്ട് മിക്സിങ് ഒക്കെ പൊളിയാണ്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ മേക്കിംഗ് ക്വാളിറ്റിക്ക് അതുണ്ട്. ഒരു മലയാളം കേരളത്തിൽ നടക്കുന്ന സിനിമയായിട്ടേ ഫീൽ ചെയ്യില്ല. അത്രയും നല്ല രീതിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ ടോൺ ആണെങ്കിലും അതിൻ്റെ സിനിമോട്ടോഗ്രഫി ആണെങ്കിലും എല്ലാം കിട്ടില്ല. പക്ഷേ ഇതാണ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഏകദേശം ഒരു 40-45 മിനിറ്റോളം ഈ സിനിമയിൽ അവിടെയായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് ചുരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കിഡ്ലൻ ത്രില്ലർ ആയി മാറേണ്ട ഒരു സ്ക്രിപ്റ്റും ഉണ്ടായിരുന്നു.
അത് മോശമല്ലാത്ത രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യുക, ലാസ്റ്റ് പടം വന്നപ്പോൾ ലെങ്ത് കൂടിപ്പോയി. പിന്നെ അർജുൻ ലാലുണ്ട് കേട്ടോ, നമ്മുടെ തന്മാത്രയിലെ മോഹൻലാലിൻ്റെ മകൻ. പുള്ളിക്കാരന് മുടി ചെമ്പിച്ചൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പോൾ കാണുമ്പം അക്കരയിലെ പോൾ ബാർബറിനെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അങ്ങേര്. അതുപോലെ ഷെബിൻ ബെൻസൺ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ് ഉള്ളത്? വിഷ്ണു അഗസ്ത്യ, ബിനു പപ്പു, ദൃശ്യ രഘുനാഥ്, ഇവരൊക്കെയാണ് പിന്നെ വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരാളെ കാണുമ്പോൾ തന്നെ ഇവനെ ചുമ്മാ എടുത്ത് ഇടൂല എന്ന് നമുക്കറിയാം, അവൻ എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ തോന്നി. അങ്ങനെ കുറേ പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. പക്ഷേ അതെന്താവും എന്നുള്ളത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു അവിടെ വന്നത്. അതും നോർമലി ഒരു സിനിമയിൽ കണ്ടുവരുന്ന പോലത്തെ കാര്യങ്ങളല്ല. അതൊക്കെ കുറച്ചുകൂടി കൺവിൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ടെക്നിക്കൽ സൈഡ് ഒക്കെ കിടിലമായിരുന്നു. സുജിത് സാരംഗിൻ്റെ DOP, അതുപോലെ കിരൺ ദാസ് എഡിറ്റിംഗ്. കിരൺ ദാസിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ട്, കിരൺ ദാസിന് ലിമിറ്റേഷൻ കാണൂല എന്തൊക്കെ കട്ട് ചെയ്ത് കളയണമെന്ന്. ഡയറക്ടർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതിൻ്റെ കട്ടിങ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് തോന്നിയത്. ഇതിൻ്റെ സിംഗ് സിനിമാസാണ് സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഗുണമുണ്ട്. ബാക്കി സമീറ സനീഷിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഇവർ, ഞാൻ പറഞ്ഞു, ഈ സംസാരം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഇത്ര ഇംഗ്ലീഷൊക്കെ കലർന്ന്, ഇപ്പോൾ ഒരു അച്ഛൻ്റെ അടുത്ത് പോയിരുന്നിട്ട് യു ആർ നോട്ട് എ ഗുഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ്, അതൊക്കെ ചുമ്മാ ഇംഗ്ലീഷ് കുത്തിക്കയറ്റണം എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അത് ഒരു വിദേശ ടച്ച് വരാൻ വേണ്ടി ചെയ്തത്. അങ്ങനെ ടച്ച് കൂടിപ്പോയതിൻ്റെ പ്രശ്നമായിരുന്നു ഈ സിനിമയ്ക്ക്. പക്ഷേ ഒരിക്കലും തള്ളിക്കളയേണ്ട ഒരു സിനിമയല്ല. ഇതൊന്ന് കട്ട് ചെയ്ത് ലെങ്ത് കുറച്ച് 2 മണിക്കൂറിനകത്ത് ഒതുക്കിയിരുന്നെങ്കിൽ ഈ സിനിമ ഒരു നല്ലൊരു ഡെയർ അറ്റംപ്റ്റ് ആയിട്ടുള്ള ഒരു പുതുമയുള്ള ഒരു കിടിലൻ മലയാളത്തിൽ വന്നിട്ടുള്ളൊരു ത്രില്ലർ എന്ന് തന്നെ പറയായിരുന്നു. സ്റ്റിൽ ഒരു മോശം സിനിമയല്ല. നിങ്ങൾക്ക് ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ ഒരു 40-45 മിനിറ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആ ത്രില്ലിൽ കാണാൻ പറ്റും. എന്തരാ വരട്ടെ.